ഇന്ത്യയിൽ തദ്ദേശീയമായി നിർമ്മിക്കുന്ന പലവിധ ആയുധങ്ങൾക്ക് ഇപ്പോൾ മാർക്കറ്റ് ഏറി വരുന്ന കാലമാണ്. ഇന്ത്യൻ ആയുധങ്ങൾ വാങ്ങാൻ ലോകത്തെ പല രാജ്യങ്ങളും തയ്യാറെടുക്കുകയാണ്. അതിൽ വികസിത രാജ്യങ്ങളും വികസ്വര രാജ്യങ്ങളും എല്ലാം ഉൾപ്പെടുന്നു എന്നുള്ളതാണ് സത്യം. ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിരോധ ഉപഭോക്താവായി മാറിയിരിക്കുന്നു ഫിലിപ്പീൻസും അർമേനിയയും ഒക്കെ. അതിനു പുറമെ അനവധി രാജ്യങ്ങൾ ഇന്ത്യ റഷ്യ സംയുക്ത സംരംഭമായ ബ്രഹ്മോസ് മിസൈൽ വാങ്ങാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ പിനാക, ഇന്ത്യയുടെ പീരങ്കികൾ, അങ്ങനെ വിവിധ ആയുധങ്ങൾ, അതുപോലെ ഇന്ത്യ റഷ്യ സംയുക്തമായി വികസിപ്പിക്കുകയും ഇപ്പോൾ ഇന്ത്യയിൽ പൂർണ്ണമായും നിർമ്മിക്കുന്നതുമായ സുഖോയ് വിമാനങ്ങൾ എല്ലാം തന്നെ വാങ്ങാൻ വിവിധ രാജ്യങ്ങൾ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിലത്തെ ഒരു റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലായ പ്രളയ് ഫിലിപ്പീൻസ് വാങ്ങാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇതിനെക്കുറിച്ചുള്ള സാധ്യതകൾ അന്വേഷിച്ച് ഫിലിപ്പീൻസ് സായുധ സേന PIF ഈ മിസൈലിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്ന് ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ വിഭാഗവുമായി ബന്ധപ്പെട്ട ചില വൃത്തങ്ങൾ പറയുന്നുണ്ട്. മിസൈൽ ടെക്നോളജി കൺട്രോൾ റെജീം പാലിക്കുന്നതിനായി 290 കിലോമീറ്റർ ദൂരപരിധിയിൽ പരിമിതപ്പെടുത്തിയ പ്രളയ് മിസൈലിന്റെ കയറ്റുമതി വകഭേദത്തിനായി ഇന്ത്യ അർമേനിയയുമായി ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിലാണ് ഫിലിപ്പീൻസ് സായുധ സേനയ്ക്കും ഈ മിസൈൽ ആവശ്യമാണ് എന്നുള്ള പുതിയ റിപ്പോർട്ടുകൾ. DRDO പ്രളയ് മിസൈലിന്റെ കയറ്റുമതി വകഭേദത്തിനായുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അസർബൈജാനും അർമേനിയയും തമ്മിലുള്ള പ്രശ്നങ്ങൾ നമുക്കറിയാമല്ലോ. അതുകൊണ്ട് തന്നെ അസർബൈജാന്റെ മിസൈൽ ശേഷികളെ പ്രതിരോധിക്കാനായി അർമേനിയയ്ക്ക് ഈ പ്രളയ് മിസൈലിന്റെ ആദ്യ ഓർഡറുകൾ നൽകാനാണ് സാധ്യത. ഫിലിപ്പീൻസിനെ സംബന്ധിച്ചിടത്തോളം പ്രളയ് SSMന് ബ്രഹ്മോസ് മിസൈലുകളുമായി ബന്ധപ്പെടുത്തി പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. ഇത് ഇൻഡോ പസഫിക് മേഖലയിലെ കര ആക്രമണങ്ങൾക്കെതിരായ പ്രതിരോധം വർദ്ധിപ്പിക്കും. ഈ മിസൈലുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഫിലിപ്പീൻസുമായുള്ള ചർച്ചകൾ പ്രാരംഭഘട്ടത്തിലാണെങ്കിലും ഇന്ത്യൻ സൈന്യവും വ്യോമസേനയും വരാനിരിക്കുന്ന ഇൻ്റഗ്രേറ്റഡ് റോക്കറ്റ് ഫോഴ്സിനായി പ്രളയ് മിസൈലുകൾ ഇതിനകം തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് തന്ത്രപരമായ പ്രാധാന്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ മിസൈൽ ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡും ഭാരത് ഇലക്ട്രോണിക് ലിമിറ്റഡുമായി സഹകരിച്ച് DRDOയുടെ ഗവേഷണ കേന്ദ്രം ഇമാറത്ത് വികസിപ്പിച്ചെടുത്ത മിസൈലാണ് പ്രളയ്. ഉയർന്ന മൂല്യമുള്ള ലക്ഷ്യങ്ങൾക്കെതിരായ കൃത്യതയുള്ള ആക്രമണങ്ങൾക്കായി രൂപകൽപ്പന ചെയ്ത ഒരു കാനിറ്ററൈസ്ഡ് റോഡ് മൊബൈൽ ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലാണ്, അതായത് SRBM ആണ്. 150 മുതൽ 500 കിലോമീറ്റർ വരെ സ്റ്റാൻഡേർഡ് റേഞ്ചും 350 മുതൽ 1000 കിലോഗ്രാം പേലോഡ് ശേഷിയുമുള്ള പ്രളയിൽ ഒരു ക്വാസി ബാലിസ്റ്റിക് ട്രാജക്ടറിയും മാനുവറബിൾ റീ എൻട്രി വെഹിക്കിൾ സാങ്കേതിക വിദ്യയുമുണ്ട്. ഇത് മിസൈൽ വിരുദ്ധ പ്രവർത്തനങ്ങളെ ഒഴിവാക്കാൻ പ്രാപ്തമാക്കുന്നു. ഇതിൻ്റെ അഡ്വാൻസ്ഡ് ഇനർഷ്യൽ നാവിഗേഷൻ, സാറ്റലൈറ്റ് ഗൈഡൻസ്, റേഡിയോ ഫ്രീക്വൻസി സീക്കർ, 100 മീറ്ററിൽ താഴെയുള്ള ഒരു സർക്കുലർ എറർ പ്രൊബബിൾ എന്നിവയെല്ലാം ഈ മിസൈലിൽ ഉറപ്പാക്കുന്നു. ഇത് റഡാർ ഇൻസ്റ്റലേഷനുകൾ, കമാൻഡ് സെന്ററുകൾ, എയർഫീൽഡുകൾ എന്നിവയെ ലക്ഷ്യമിട്ട് തകർക്കുന്നതിന് അനുയോജ്യമാക്കുന്നു. പൃഥ്വി ഡിഫൻസ് വെഹിക്കിൾ പ്രഹാർ പ്രോഗ്രാമുകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ മിസൈലിൻ്റെ ഖര ഇന്ധന റോക്കറ്റ് മോട്ടാർ 10 മിനിറ്റിനുള്ളിൽ വേഗത്തിൽ വിന്യാസം അനുവദിക്കുന്നതാണ്. ഇത് ചലനാത്മകമായ പോരാട്ട സാഹചര്യങ്ങളിൽ തന്ത്രപരമായ നേട്ടമാണ് നൽകുന്നത്. പൃഥ്വി ഡിഫൻസ് വെഹിക്കിൾ പ്രഹർ പ്രോഗ്രാമുകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ മിസൈലിൻ്റെ ഖര ഇന്ധന റോക്കറ്റ് മോട്ടോർ 10 മിനിറ്റിനുള്ളിൽ അത്രമാത്രം വേഗത്തിൽ ഇതിൻ്റെ വിന്യാസം അനുവദിക്കുന്നു. ചലനാത്മക പോരാട്ട സാഹചര്യങ്ങളിൽ ഈ മിസൈൽ തീർച്ചയായും സേനയ്ക്ക് തന്ത്രപരമായ നേട്ടമാണ് നൽകുന്നത്. ഇതിൻ്റെ കയറ്റുമതിക്കായി MTCR മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനായി 290 കിലോമീറ്റർ പരിധിയുള്ള ഒരു വകഭേദം DRDO വികസിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് MTCR അംഗങ്ങൾ അല്ലാത്തവർക്ക് 300 കിലോമീറ്ററിൽ കൂടുതലുള്ള മിസൈലുകളുടെയും പേലോഡിൻ്റെയും വിൽപ്പനയും മറ്റും നിയന്ത്രിക്കുന്നു. ഹൈ എക്സ്പ്ലോസീവ് പ്രീ ഫോംഡ് ഫ്രാഗ്മെൻറ്റേഷൻ പെനെട്രേഷൻ കം ബ്ലാസ്റ്റ് അല്ലെങ്കിൽ റൺവേ ഡിനിയൽ പെനെട്രേഷൻ സബ് മ്യൂണിഷൻ പോലുള്ള വാർഹെഡുകൾ വഹിക്കുന്ന പ്രളയുടെ കൃത്യതയും റഡാറുകളെ ഒഴിവാക്കൽ ശേഷിയും എല്ലാം ഈ വകഭേദവും നിലനിർത്തുന്നു. 2025 ജൂൺ 28-29 തീയതികളിൽ ഡോക്ടർ APJ അബ്ദുൽ കലാം ദ്വീപിൽ നടന്ന വിജയകരമായ ഫ്ലൈറ്റ് പരീക്ഷണങ്ങൾ മാക്സിമം
മിനിമം റേഞ്ച് ശേഷികളെ സാധൂകരിക്കുകയും ഇന്ത്യൻ സായുധ സേനയിലേക്ക് ഉൽപാദനത്തിനും മറ്റും വഴിയൊരുക്കുകയും ചെയ്തു. സംയോജിത ടെസ്റ്റ് റേഞ്ച് സെൻസറുകളും കപ്പൽ അധിഷ്ഠിത ഉപകരണങ്ങളും ഉപയോഗിച്ച് നിരീക്ഷിച്ച പരീക്ഷണങ്ങൾ പ്രളയുടെ പ്രവർത്തന വിന്യാസത്തിനുള്ള സന്നദ്ധതയെ സ്ഥിരീകരിക്കുകയാണ് ചെയ്തത്. ഇന്ത്യൻ വ്യോമസേനയും സൈന്യവും ബ്രഹ്മോസ്, നിർഭയ്, പിനാക സിസ്റ്റങ്ങൾക്കൊപ്പം ഏകദേശം 75,000 കോടി വിലയുള്ള 370 യൂണിറ്റുകൾ ഇൻ്റഗ്രേറ്റഡ് റോക്കറ്റ് ഫോഴ്സിനായി ഓർഡർ ചെയ്തിരിക്കുകയാണ്. തീരദേശ പ്രതിരോധത്തിനായി ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ 2022 ഏറ്റെടുത്തതിനെ തുടർന്നാണ് ഫിലിപ്പൈൻസ് പ്രളയിൽ താൽപ്പര്യം പ്രകടിപ്പിക്കുന്നത്. 2025 ഡിസംബറോടെ ഡെലിവർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ത്യ റഷ്യ സംയുക്ത സംരംഭമായ ബ്രഹ്മോസ് ദക്ഷിണ ചൈന കടലിലെ നാവിക ഭീഷണികളെ, പ്രത്യേകിച്ച് ചൈനയുടെ വളരുന്ന സമുദ്രശക്തിയെ തടയുന്നതിനായി ഒരു കപ്പൽ വിരുദ്ധ ബാറ്ററിയായി ഫിലിപ്പൈൻസ് വിന്യസിച്ചിരിക്കുകയാണ്. 290-800 കിലോമീറ്റർ ദൂരപരിധിയും 200-300 കിലോഗ്രാം വാർഹെഡുമുള്ള ബ്രഹ്മോസ് ഫിലിപ്പൈൻ നാവികസേനയ്ക്ക് യുദ്ധക്കപ്പലുകൾക്കെതിരെ ശക്തമായ പ്രതിരോധം നൽകുന്നു. എന്നിരുന്നാലും അതിൻ്റെ പങ്ക് പ്രധാനമായും സമുദ്രമാണ്. കരയിൽ നിന്നുള്ള ഭീഷണികളെ സംബന്ധിച്ച് ഒരു വിടവ് അപ്പോഴും അവശേഷിക്കുന്നു. കമാൻഡ് സെൻ്ററുകൾ, ലോജിസ്റ്റിക് ഹബ്ബുകൾ, വ്യോമ പ്രതിരോധം തുടങ്ങിയ തന്ത്രപരമായ കരലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ കഴിവുള്ള പ്രളയ് SSMന് ഈ വിടവ് പരിഹരിക്കാൻ കഴിയും. സാധ്യതയുള്ള കരയാക്രമണങ്ങൾ അല്ലെങ്കിൽ അതിർത്തി കടന്നുള്ള കടന്നുകയറ്റങ്ങൾക്കെതിരെ ശക്തമായ പ്രതിരോധമാണ് ഈ മിസൈൽ വാഗ്ദാനം ചെയ്യുന്നത്. ഫിലിപ്പൈൻസിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അതൊരു ചിതറിക്കിടക്കുന്ന ദ്വീപ സമൂഹമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രാദേശിക തർക്കങ്ങളും മറ്റു രാജ്യങ്ങളുമായുള്ള പ്രശ്നങ്ങളും കൊണ്ട് അവരുടെ ദ്വീപ സമൂഹങ്ങളെയെല്ലാം സംരക്ഷിക്കേണ്ട വലിയ ഒരു പ്രതിരോധ ബാധ്യത ആ രാജ്യത്തിനുണ്ട്. അതൊരു സുരക്ഷാ വെല്ലുവിളി തന്നെയാണ്. അനവധി സുരക്ഷാ വെല്ലുവിളി അതിജീവിക്കുന്ന ഒരു രാജ്യമാണ് ഈ ഫിലിപ്പൈൻസ്. അശോക് ലൈലാൻഡ് 12x12 ഹൈ മൊബിലിറ്റി വാഹനത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന പ്രളയുടെ റോഡ് മൊബൈൽ ട്വിൻ കാനിസ്റ്റർ ലോഞ്ചർ മിനിറ്റുകൾക്കുള്ളിൽ ദ്രുതഗതിയിലുള്ള സ്ഥാനമാറ്റവും വിക്ഷേപണവും ഉറപ്പാക്കുന്നു. ഇത് ഫിലിപ്പൈൻസിൻ്റെ മേൽപ്പറഞ്ഞ പോലെ വൈവിധ്യമുള്ള ഭൂപ്രദേശങ്ങൾക്ക് അനുയോജ്യമാക്കുന്നു. റഷ്യയുടെ ഇസ്കാൻഡർ M മിസൈലിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുള്ള ഒരു മിസൈലാണ് പ്രളയ്. മേഖലയിൽ വിന്യസിച്ചിരിക്കുന്ന ചൈനയുടെ HQ-9 പോലുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കെതിരായ അതിജീവന ശേഷി വർദ്ധിപ്പിക്കുന്നു. 2025 മെയ് മാസത്തിൽ ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യൻ സംവിധാനങ്ങൾ പാകിസ്ഥാൻ ഭീഷണികളെ നിർവീര്യമാക്കിയപ്പോൾ ലോകം കണ്ടത് ഇന്ത്യയുടെ മിസൈലുകളുടെ വൈവിധ്യം തന്നെയാണ്. അനവധി ഇനം മിസൈലുകളാണ് ഇന്ത്യക്കുള്ളതെന്ന് ലോകം മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഫിലിപ്പൈൻസിന് അതിൻ്റെ പ്രതിരോധപരമായ നിലപാട് ശക്തിപ്പെടുത്തുന്നതിനുള്ള ആകർഷകമായ ഒരു ഓപ്ഷനാക്കി മാറ്റുന്നു ഇന്ത്യ. അതുപോലെ തന്നെ നാഗർണോ കറാബാക്കിനെ ചൊല്ലി അസർബൈജാനുമായി ദീർഘകാല സംഘർഷത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന രാജ്യമാണ് അർമേനിയ. പ്രളയ് മിസൈലിനായുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അർമേനിയ ഇന്ത്യയുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. 2025 ഏപ്രിലിൽ കരാർ അന്തിമ ഘട്ടത്തിലേക്ക് അടുത്തിരുന്നു. ഇസ്രായേലിൻ്റെ ലോറ മിസൈൽ, അതിന് 400 കിലോമീറ്റർ പരിധിയുണ്ട്. ആ മിസൈൽ അസർബൈജാൻ വാങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ പ്രതിരോധ നടപടികൾ തേടാൻ അർമേനിയയെ പ്രേരിപ്പിച്ചിരിക്കുകയാണ്. പ്രളയുടെ 250 കിലോമീറ്ററുള്ള കയറ്റുമതി വകഭേദം ചിലവ് കുറഞ്ഞതും കൃത്യവുമായൊരു പരിഹാരമാണ് വാഗ്ദാനം ചെയ്യുന്നത്. 2025 ജൂലൈയിൽ പ്രളയുടെ വിജയകരമായ പറക്കൽ പരീക്ഷണങ്ങൾ സന്ദർശിച്ച ഒരു അർമേനിയൻ പ്രതിനിധി സംഘം അതിൻ്റെ വിജയത്തിന് സാക്ഷ്യം വഹിച്ചതായി റിപ്പോർട്ടുണ്ട്. ഇത് മിസൈലിനുള്ള ആദ്യ കയറ്റുമതി കരാറിനുള്ള സാധ്യതയുണ്ടെന്ന ഊഹാപോഹങ്ങൾക്ക് ആക്കം കൂട്ടിയിരുന്നു. പിനാക റോക്കറ്റ് ലോഞ്ചറുകളും സ്വാതി റഡാറുകളും ആകാശ് 1S വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും എല്ലാം അർമേനിയയിലേക്കുള്ള ഇന്ത്യയുടെ മുൻ കയറ്റുമതികൾ പ്രതിരോധ ബന്ധങ്ങൾ കൂടുതൽ ആഴത്തിലാക്കുന്നു. ഇപ്പോൾ ഈ പങ്കാളിത്തം വർദ്ധിപ്പിച്ചുകൊണ്ട് അവർ പ്രളയം കൂടി വാങ്ങാൻ ശ്രമിക്കുന്നു. MDCRന് അനുസൃതമായി 290 കിലോമീറ്ററായി പരിമിതപ്പെടുത്തിയിരിക്കുന്ന കയറ്റുമതി വകഭേദം അതിവേഗ ആക്രമണശേഷികളിലൂടെയും കുറഞ്ഞ റഡാർ സിഗ്നേച്ചറുകളിലൂടെയും തടസ്സങ്ങൾ ഒഴിവാക്കാനുള്ള കഴിവുൾപ്പെടെയുള്ള പ്രളയുടെ പ്രധാന കഴിവുകൾ നിലനിർത്തുന്നു. 2024 പരീക്ഷിച്ച ഇരട്ട ലോഞ്ചർ കോൺഫിഗറേഷൻ്റെ DRDOയുടെ തുടർച്ചയായ വികസനം ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് 2 മിസൈലുകൾ വിന്യസിക്കാൻ അനുവദിക്കുന്നതിലൂടെ ഇതിൻ്റെ പ്രവർത്തനപരമായ വഴക്കം വർദ്ധിപ്പിക്കുകയും റീലോഡ് സമയം കുറയ്ക്കുകയും ചെയ്യുന്നു.
ഒന്നിലധികം വാർഹെഡ് തരങ്ങളുള്ള മിസൈലുമായി സംയോജിപ്പിച്ച ഈ കോൺഫിഗറേഷൻ അസർബൈജാന്റെ നൂതന സംവിധാനങ്ങൾക്കെതിരായ അർമേനിയയുടെ പ്രതിരോധ ആവശ്യങ്ങൾക്ക് വൈവിധ്യമാർന്ന ഒരു ആസ്തിയാക്കി തന്നെയാണ് മാറ്റുന്നത്.